ഹായ് മൈ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ തംബ്നെയിൽ നിങ്ങൾ കണ്ടു കാണും, ഡോറ് ലോക്ക് ചെയ്യുന്നൊരു പിക്ചറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എന്തുവാ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ, സാധാരണ നമുക്ക് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഡോറ് ലോക്ക് ചെയ്താൽ വീണ്ടും വീണ്ടും ഡോറ് ലോക്ക് ചെയ്തു എന്ന് നോക്കുന്നത് അല്ലേ. ഇറ്റ്സ് നോർമൽ. അതായത് നമുക്ക് ഒരു തവണയെല്ലാം ഡോർ ലോക്ക് ചെയ്താലും വീണ്ടും ലോക്ക് ചെയ്യുമെന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ സാധാരണ നോക്കുന്നതിൽ അപ്പുറത്തായിട്ട് വീണ്ടും വീണ്ടും ഡോർ ലോക്ക് ചെയ്തോ നോക്കുക. കുറച്ച് ദൂരം നടന്നു പോയതിന് ശേഷം അയ്യോ ഞാൻ ഡോർ ലോക്ക് ചെയ്യുന്നു ഒന്നുകൂടെ കൺഫേം ചെയ്യാമെന്ന് വന്ന് തിരിച്ചു വരിക. അതുപോലുള്ള എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടാവും അല്ലേ. കൂടാതെ തന്നെയാണ് വൃത്തിയുടെ കാര്യത്തിലായാലും കൈ കഴുകിയാൽ വീണ്ടും വീണ്ടും കൈ കഴുകണം എന്നൊരു തോന്നൽ വരിക. ഒരു ദിവസം 4-5 തവണ കുളിക്കുക. അതുകൂടാതെ കുട്ടികളെ കണ്ടുവരുന്ന പ്രശ്നമാണ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു തൃപ്തി തോന്നാത്ത പോലെയുള്ള അവരുടെ ഹാൻഡ് റൈറ്റിംഗ് പെർഫെക്റ്റ് അല്ല, അതായത് ഹാൻഡ് റൈറ്റിംഗ് കറക്റ്റ് ആയിട്ടല്ല എന്നൊരു ഡൗട്ട്സ് വരികയും അത് ഇറേസർ കൊണ്ട് മായ്ച്ച് വീണ്ടും വീണ്ടും എഴുതുന്ന കുഞ്ഞു കുട്ടികളിൽ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പഠിക്കുന്ന കുട്ടികളിൽ കാണുന്നതാണ്. അപ്പോൾ സാധാരണ വീടുകളിലെല്ലാം പാരൻസ് നമ്മളെടുത്ത് വന്ന് പറയുന്നൊരു കാര്യമാണ്, മാഡം മോള് നന്നായി പഠിക്കുന്ന കൂട്ടത്തിലാണ്, മാർക്കെല്ലാം അതായത് ക്ലാസ്സിൽ ഫസ്റ്റാണ്, പക്ഷെ ആ മോൾക്ക് എക്സാം എഴുതി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമ്പോൾ ആ പഠിച്ച അത്രയും മാർക്ക് കിട്ടാറില്ല. അപ്പോൾ മോൾ എന്നും എക്സാം തീർന്ന് വീട്ടിലോട്ട് വരുമ്പോൾ എന്നോട് പറയുന്നൊരു കാര്യമാണ് മോൾക്ക് സമയം കിട്ടിയില്ല എന്ന്. ഇതേപോലെ ഒത്തിരി പാരൻസ് നമ്മളോട് ഈ കാര്യം പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ സാധാരണ കൊച്ചുങ്ങളിൽ കണ്ടുവരുന്നൊരു സംഭവമാണ്, എനിക്ക് എക്സാമിന് ഞാൻ ക്ലാസ്സെല്ലാം എടുക്കാൻ പോകുമ്പോൾ എന്നോട് കുട്ടികൾ പറയുന്നതാണ്, മാഡം ഞാൻ എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്താലും എത്ര പഠിച്ചാലും എല്ലാം അറിയാണെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ട് എഴുതാനൊരു സമയം കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. ഞാൻ എഴുതി തീരുമ്പോഴേക്കും എക്സാമിൻ്റെ ഒരു ടൈം കഴിഞ്ഞ് കാണും, അങ്ങനെ എനിക്ക് മാർക്ക് കുറയുന്നതെന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുട്ടികൾ നമുക്കുണ്ട്. അപ്പം ഇതെല്ലാം എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, ഇത് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇന്ന് പല സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ പഴയ കാലങ്ങളിൽ നമുക്ക് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ ഇന്ന് അതായത് അതിൻ്റെ ഒരു ട്രൈറ്റ്സ്, അതിൻ്റെ ഒരു എത്ര പെർസെൻറ്റേജ് ഇപ്പോൾ സാധാരണയിൽ നിന്നും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിംഗ് പോകുന്നത് അല്ലേ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒത്തിരി ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോറ് ലോക്ക് ചെയ്തൊന്ന് വീണ്ടും നോക്കുക, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കൈ കഴുകുക, അതായത് 1-2 തവണ കൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊന്നിലും ഒരു തൃപ്തി തോന്നാത്ത പോലെ തോന്നുക. അതായത് ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവരുടെ വിവാഹ ജീവിതത്തെ പോലും എഫക്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ പോലും ഈ ഒരു പ്രശ്നങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടും പിന്നീട് അതൊരു ഡിവേഴ്സിലോട്ട് എത്തുന്ന രീതിയിലോട്ടും പല സാഹചര്യങ്ങളിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നുണ്ട്. കാരണം ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് പലർക്കും അറിയത്തില്ല ഇത് സൊല്യൂഷനുള്ളൊരു പ്രശ്നമാണ്, ഇതൊരു പ്രോബ്ലം ആണോ എന്ന് പോലും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല. കാരണം ഇതെൻ്റെ ഒരു ക്യാരക്ടറാണ് എന്നൊരു രീതിയിലോട്ടാണ് അവരുടെ മൈൻഡിൽ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിത രീതികളെയും നമ്മുടെ മനസ്സിനെ തന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റേബ് ചെയ്യുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് നിസ്സാരമായി കാണരുത്, അത് ചികിത്സിച്ച് മാറ്റേണ്ടത് തന്നെയാണ്. സോ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ എൻ്റെ പേഴ്സണൽ നമ്പർ, അതായത് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അതിലോട്ട് നിങ്ങളൊരു വാട്സപ്പിലോട്ടൊരു ഹായ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത്രയും നേരം വീഡിയോ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരത്തേക്ക് ബൈ. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മറ്റോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ.